മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ റാഗിങ്ങിൽ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കറുത്ത ഷൂസ് ധരിച്ചെത്തി എന്ന് പറഞ്ഞാണ് രണ്ട് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത്. അറസ്റ്റിലായ മുഴുവൻ പ്രതികളും മലയാളികളാണ്. ആദർശ്, ജസിൻ ഖാദർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. ഗുജാരകരയിലെ ചായക്കടയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥികളൊക്കെ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് മാനേജ്മെന്റും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി കെ വി ബൈജു ആണ് നമ്മളുമായി ചേരുന്നത്. ഇതാ ഇപ്പോൾ മംഗളൂരുവിൽ നിന്നുള്ളൊരു വാർത്തയാണ് വന്നത്. മംഗളൂരുള്ളൊരു കോളേജിൽ, ശ്രീനിവാസ കോളേജിൽ 2 മലയാളി വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായി, അതായത് കറുത്ത ഷൂസ് ധരിച്ചെത്തി എന്നുള്ള പേരിൽ റാഗിങ്ങിനിരയായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഇപ്പോൾ കോഴിക്കോട് തൃശൂർ സ്വദേശികളായ ആദർശ്, ജസീൻ ഖാദർ എന്നിവരെ ക്രൂരമായി, അതായത് ഇവർ റാഗിങ്ങിന് വിധേയമായി അതോടൊപ്പം മർദ്ദനത്തിനും ഇരയായി. ഈ കേസിലാണ് ഇപ്പോൾ 5 പേരുടെ അറസ്റ്റ് മംഗളൂരു പാണ്ഡേശ്വര പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരാളെ കൂടി ഇനി പിടികൂടാനുണ്ട്. ഇയാളെ തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. ഈ 5 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതായത് 2ാം വർഷ ലോജിസ്റ്റിക്സ് ഡിപ്ലോമ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെല്ലാം മലയാളികളാണ്, കേരളത്തിൽ നിന്നുള്ളവരാണ്. ഈ BBAക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിലും പഠിക്കുന്ന 2 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയായത്. എന്തായാലും കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടപടി വന്നിട്ടുണ്ട്. ഈ 6 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി കോളേജ് മാനേജ്മെന്റും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഇവരുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ഈ റാഗിംഗ് സംബന്ധിച്ച വലിയ തോതിലുള്ള പരിശോധന ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശ്രീനിവാസ കോളേജ് നമുക്കറിയാം, കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഇടമാണ്. ഈ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ റാഗിംഗ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സംഭവത്തെ പോലീസ് അതീവ ഗൗരവത്തോടെ തന്നെ കാണുന്നു. കൂടുതൽ കോളേജുകളിൽ ഇത്തരത്തിൽ ആന്റി റാഗിംഗ് സെല്ലിന്റെ സഹായത്തോടെ പരിശോധന നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഗുജാരക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് കോളേജിന്റെ സമീപമാണ്, കോളേജ് ക്യാമ്പസിന്റെ പുറത്താണ്. അവിടെ ഒരു ചായക്കടയ്ക്ക് സമീപത്ത് വെച്ച് ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥികളെ ഈ തരത്തിൽ ഇവരുടെ മാതാപിതാക്കളെ ഉൾപ്പെടെ അസഭ്യം പറയുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ക്രൂരമായ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ 5 പേരും മലയാളികളാണ്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പാണ്ഡേശ്വരം പോലീസ് അറിയിക്കുന്നത്. സാറ ശരി, കെ വി ബൈജു ആണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളുമായി ചേർന്നത്. 5 വിദ്യാർത്ഥികൾക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. കുടുംബത്തെ പോലും അസഭ്യം പറയുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവമാണ് ഉണ്ടായതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.